God is the provider. God provides, and He is giving all the things needed for us at the proper time. God, Jehovah Jireh, യഹോവ ഇരേ എന്നുള്ളതായ ആ ഒരു പദം വേണമെങ്കിൽ, ആ ഒരു സെന്റൻസ് വേണമെങ്കിൽ നമുക്ക് 34 സങ്കീർത്തനത്തിന്റെ ഹെഡിങ് കൊടുക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. While he was reading that psalm, the same topic came to my mind. God is the provider. Jehovah Jireh. കർത്താവ് നമുക്ക് ആവശ്യമായിട്ടുള്ളതായ നന്മകൾ അതാത് സമയത്ത് തരുന്നവനാണ് എന്നുള്ളതായ ആ വിഷയത്തോട് ബന്ധപ്പെട്ടാണ് ഇന്ന് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നതായ സമയത്ത് അവൻ ചെയ്തതായ അത്ഭുതത്തിന്റെ പ്രവൃത്തികളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹേരോദാവ് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു: ഞാൻ കൊല്ലിച്ചതായ യോഹന്നാൻ സ്നാപകന്റെ ആത്മാവ് അവന്റെ മേലുണ്ട്, അതുകൊണ്ടാണ് അവനിങ്ങനെ അത്ഭുതത്തിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നുവെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഇത് കേട്ടപ്പോൾ യേശു കർത്താവിന്റെ അടുക്കൽ ഈ മെസ്സേജ് ശിഷ്യന്മാര് നൽകിയതായ സമയത്ത് യേശു ആ സ്ഥലം വിട്ടിട്ട് 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ടു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പുരുഷാരം യേശു അവിടെ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി എന്നുള്ളത് കേട്ട് കഴിഞ്ഞിട്ട് യേശുവിന്റെ പിന്നാലെ യേശു പോയതായ സ്ഥലത്തേക്ക് അവർ വരുവാനായിട്ട് ഇടയായി തീർന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. യേശുവിന്റെ പിന്നാലെ പോകുവാൻ, അവന്റെ ആലോചനകൾ കേൾക്കുവാൻ, യേശുവിന്റെ സതുപദേശം കേൾക്കുവാൻ, അവന്റെ പാദപീഠത്തെങ്കിൽ ഇരിപ്പാൻ താല്പര്യത്തോടെ ജനം അവന്റെ പിന്നാലെ വരുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്ര. താഴോട്ടുള്ളതായ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് ചെയ്തതായ ഒരു അത്ഭുതത്തെ കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. വളരെ വളരെ പരിചയമുള്ളതായ ഒരു ഭാഗമാണ് ദ മിറക്കിൾ ഓഫ് ജീസസ്. യേശു കർത്താവ് ചെയ്ത അത്ഭുതത്തിന്റെ പ്രവൃത്തികളാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വചനഭാഗമാകിയാൽ from that miracle I wish to talk 5 important points, 5 spiritual facts from that miracle. യേശു കർത്താവ് ചെയ്തതായ അത്ഭുതത്തോട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് സമയത്തിന്റെ പരിമിതി അനുസരിച്ച് വേഗത്തിൽ ആ അത്ഭുതത്തോട് ബന്ധപ്പെട്ട് 5 കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. സ്തോത്രം. വലിയ പുരുഷാരം അവന്റെ സമീപത്തേക്ക് വരുന്നത് യേശു കാണുവാനിടയായി തീർന്നു. യേശു പുരുഷാരത്തെ കണ്ടു. വാഞ്ചയോട് താല്പര്യത്തോട് യേശുവിന്റെ പിന്നാലെ വരുന്നതായ സ്തോത്രം വലിയൊരു ജനത്തെ യേശു കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എനിക്കിന്ന് പകൽക്കാലം ഓർപ്പിക്കുവാനായിട്ടുള്ളത്, വാഞ്ചയോട് താല്പര്യത്തോട് അവന്റെ ശബ്ദം കേൾക്കുവാൻ, അവന്റെ ആലോചന പ്രാപിപ്പാൻ താല്പര്യത്തോട് അവന്റെ പിന്നാലെ വരുന്നതായ ദൈവജനത്തെ ദൈവമായ കർത്താവ് കാണുന്നവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. സ്തോത്രം. അവൻ കാണുന്നതിനെ, ഹല്ലേലൂയ, അവൻ കാണുന്നതിനെ കരുതുന്നവനായ ദൈവമാണ്. If God sees us, He will provide the thing needed for us. കാണുന്നതിനെ കരുതുന്നവനായ ദൈവം എന്തു വിഷയത്തോട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് അവന്റെ പിന്നാലെ ഇരിക്കുന്നുവോ, അവന്റെ പുറകെ വരുന്നുവോ, ഹല്ലേലൂയ, നന്മകൾ ഓരോന്ന് പടിപടിയായി ഹല്ലേലൂയ നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ യേശു കർത്താവ് കഴിവുള്ളവനാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഞാൻ വചനത്തോട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ആരും നമ്മെ കാണുന്നില്ലെങ്കിലും യേശു നമ്മെ കണ്ടാൽ അത് മതി. Glory to God. Sometimes
we may think that nobody is there to see me, nobody is caring me, but the Almighty God is telling, I see you. ഞാൻ നിന്നെ കാണുന്നു. നമ്മെ അറിയുകയും നമ്മെ കാണുകയും ചെയ്യുന്നവനായ ഒരു ദൈവത്തെ അറിയുവാൻ, അവനെ മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നിട്ടുള്ളതായ ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആവശ്യങ്ങളുടെ മുഖത്ത് നമ്മെ അറിഞ്ഞ് നമുക്ക് വേണ്ടി നന്മകൾ ഉച്ചൊരിഞ്ഞു തരുവാൻ കർത്താവ് കഴിവുള്ളവനാണ്. 38 വർഷമായിട്ട് ബെഥസ്ദ കുളക്കരയിൽ കിടക്കുന്നതായ ഒരു രോഗി, നമുക്ക് ചരിത്രം അറിയാമല്ലോ. അവനെ അവിടെ കൊണ്ടാക്കിയതായ ആളുകൾ സ്തോത്രം സൗഖ്യം പ്രാപിച്ചു വരട്ടെ എന്ന ചിന്തയോടുകൂടെ അവനെ വിട്ടേച്ചു പോയതായിരിക്കാം. പിന്നത്തേതിൽ അവർ പോലും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം വന്നെന്നിരിക്കാം. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ യേശു അവനവിടെ കിടക്കുന്നതെന്നുള്ളത് യേശു മനസ്സിലാക്കി. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എന്നെ കാണാൻ ആരുമില്ലല്ലോ, സ്തോത്രം. എൻ്റെ ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ പത്തറ്റിക്കായിട്ട് ഞാനിവിടെ കിടക്കുകയാണല്ലോ എന്നൊക്കെ അവൻ ചിന്തിച്ചാലും യേശു അവിടെ അവനെ തിരക്കി വന്നു, അവനെ സൗഖ്യമാക്കുവാനിടയായി. കാണുന്നതിനെ യേശു കാണുന്നതിന് വേണ്ടി കരുതുന്നവനായ ദൈവമാണ്. മറ്റാരും നമ്മെ അറിയുന്നില്ലെങ്കിലും ഇന്നത്തെ പകൽക്കാലം ആരാധനയ്ക്ക് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഉറപ്പോടെ ധൈര്യത്തോടെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. പ്രായോഗികമായി വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയുവാനായുണ്ട്, എൻ്റെ ദൈവം എന്നെ കണ്ടതുകൊണ്ട്, ഹല്ലേലൂയ, അവൻ എനിക്ക് വേണ്ടി കരുതിയതുകൊണ്ട് ജീവിതത്തിൽ ഹല്ലേലൂയ തകർന്നു പോകേണ്ടതായ അനുഭവങ്ങളിൽ ദൈവം തമ്പുരാൻ കരം പിടിച്ച് എന്നെ നടത്തിയ അനേക വിഷയങ്ങളുണ്ട്, അനേക സാക്ഷ്യങ്ങളുണ്ട്. ദൈവത്തിന്റെ ദാസരെ ഓർപ്പിച്ചല്ലോ, ഞാൻ വളരെ ചെറുപ്പമാണെന്ന്. 75 വയസ്സേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന പലരെക്കാട്ടിലും നല്ല പ്രായമുള്ളതായ വ്യക്തിയാണ്. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ എനിക്ക് ജീവിതത്തിന്റെ പുറകോട്ടുള്ളതായ അനുഭവങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നടത്തിയതായ വഴികൾ, കാണുന്നതിനെ കരുതുന്നവനായ ദൈവമെന്ന് എൻ്റെ അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറണമെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മെ കാണുന്നു എന്നുള്ളതായ ബോധ്യമുണ്ടാകണം. ഗ്ലോറി ടു ഗോഡ്. രണ്ടാമത്തെ ഒരു സ്പിരിച്വൽ ലെസൺ, ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ 21-ാമത്തെ വാക്യം, വേഴ്സ് 21. ഗ്ലോറി ടു ഗോഡ്. ശിഷ്യന്മാർ വന്നു കഴിഞ്ഞിട്ട് പുരുഷാരം ഇങ്ങനെ അടുക്കൽ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, ഇവരെ പറഞ്ഞയക്കണം, നിർജ്ജനമായ സ്ഥലമാണ്, മരുഭൂമിയാണ്, ഇവരെ പറഞ്ഞയക്കണമെന്ന് പറയുന്നു. ഗ്ലോറി ടു ഗോഡ്. യേശു പറയുകയാണ്, ഹല്ലേലൂയ, അവരെ പറഞ്ഞയക്കണ്ട. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാർക്കാണെങ്കിലും പറയാനായിട്ടുള്ളത് മരുഭൂമി ആയതുകൊണ്ട് ഈ ജനത്തെ പറഞ്ഞു വിടണം എന്നുള്ളതാണ്. എന്നാൽ യേശു കർത്താവ് കാണുന്നവനാണ്, അവനെക്കുറിച്ച് കരുതലുള്ളവനാണ്. അതുകൊണ്ട് പറയുകയാണ്, അവരെ പറഞ്ഞയക്കേണ്ട കാര്യമില്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അവർക്ക് വേണ്ടി ഹല്ലേലൂയ അവരെ പോറ്റി പുലർത്തുവാൻ, നടത്തുന്ന ഇടത്ത് പോറ്റി പുലർത്തുവാൻ കർത്താവ് കഴിവുള്ളവനാണ്. ഗ്ലോറി ടു ഗോഡ്. അവൻ കണ്ടവനാണെങ്കിൽ നടത്തുന്ന ഇടത്ത് വേണ്ടുന്നതായ കാര്യങ്ങൾ തന്ന്, നന്മകൾ തന്ന് പോറ്റി പുലർത്തുവാനും അവൻ കഴിവുള്ളവനാണ്. ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതായ വേദനകളുടെയും ഭാരങ്ങളുടെയും ഒക്കെ മുൻപിൽ ഗ്ലോറി ടു ഗോഡ്, സ്തോത്രം, നമുക്ക് വേണ്ടുന്നതായ നന്മകൾ അതാത് സ്ഥാനത്ത് തന്ന് നമ്മെ പോറ്റി പുലർത്തുവാനായിട്ടും നമ്മുടെ കർത്താവ് കഴിവുള്ളവനാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിച്ച് ദൈവമക്കളെ ബലപ്പെടുത്തുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ. മരുഭൂമിയുടെ അനുഭവം പോലെ ജീവിതത്തിൽ പലതും അനുഭവങ്ങൾ വന്നാലും ആ മരുഭൂമിയിലും നന്മകൾ തന്ന് നമ്മെ പോറ്റി പുലർത്തുവാൻ നമ്മുടെ കർത്താവ് കഴിവുള്ളവനാണ്. അവൻ നടത്തുന്ന ഇടത്ത് പോറ്റി പുലർത്തുവാൻ കഴിവുള്ളവനാണ്. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, നമുക്ക് സുപരിചിതമായ ധനഭാഗ്യമാകിയാൽ തൊട്ട് മാത്രം ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഞാൻ ഏലിയാവിനെ കാണുന്നുണ്ട്. സ്തോത്രം. ആഹാബ്, ഹല്ലേലൂയ, സ്തോത്രം, രാജാവ്
അവനെ കൊല്ലുവാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിലും ദൈവമായ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, നീ കരീത്ത് തോട്ടിലേക്ക് പോകണമെന്ന്. സുപരിചിതമായ ഭാഗമാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. കരീത്ത് തോട്ടിൽ ദേശമെല്ലാം ക്ഷാമമായാലും ദൈവത്തിന്റെ പൈതലിന് വേണ്ടി അവിടെ കാക്കയെ കൽപ്പിച്ച് ദൈവം തമ്പുരാനാക്കിക്കൊള്ളും. ഗ്ലോറി ടു ഗോഡ്. തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ ദൈവമായ കർത്താവ് ക്രമീകരണം ചെയ്ത ശേഷമാണ് ഏലിയാവിനെ അവിടേക്ക് പറഞ്ഞു വിടുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം, ഹല്ലേലൂയ. കരീത്ത് തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയുടെ വരവ് നിന്നാലും, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ അപ്പുറത്ത് സരാഫാത്ത് ഒരുക്കി ദൈവദാസനെ പറഞ്ഞു വിടുവാനും ദൈവമായ കർത്താവ് കഴിവുള്ളവനാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ നിന്നു പോകുന്നല്ലോ എന്ന് തോന്നിയാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുവാനുള്ളത്, ഗ്ലോറി ടു ഗോഡ്, ദൈവം തമ്പുരാൻ അപ്പുറത്ത് നിന്നെയും എന്നെയും നടത്തുവാൻ കഴിവുള്ളവനാണ്. ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കിക്കേ, എത്ര അനുഭവങ്ങളുണ്ട്, എത്രയോ അനുഭവങ്ങളുണ്ട്. തിരിഞ്ഞു നോക്കിയാൽ ദൈവം തമ്പുരാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നതായ നന്മകൾ, നമ്മെ നടത്തിയതായ വഴികൾ, നടത്തിയതായ സ്ഥാനങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലാണ് കർത്താവ് ഒരു സ്ഥാനത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മെ പറഞ്ഞു വിട്ടത്. ഗ്ലോറി ടു ഗോഡ്. എൻ്റെ ഭവനത്തിൽ നിന്ന് ഞാൻ മാത്രമാണ് വിശ്വാസത്തിന് ഇറങ്ങിയത്. എൻ്റെ പിതാവിനെ ഒരു രാത്രിയിൽ ദയ കൂടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടതാ. ആരും സഹായമില്ലാത്തതായ അനുഭവത്തിൽ ബൈബിൾ കോളേജിൽ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ, സത്യനേശ ബൈബിൾ കോളേജ് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ഫീസ് ആര് തരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗ്ലോറി ടു ഗോഡ്. ന്യൂജേഴ്സിയിലുള്ളതായ ഒരു ഇവാഞ്ചലിക്കൽ സഭയിലെ ഒരാൾ എന്നെക്കുറിച്ച് കേട്ടു, ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം എനിക്ക് വേണ്ടിയുള്ളതായ നന്മകൾ മുഴുവനായിട്ട് 3 വർഷത്തെ ഫീസ് തന്ന് എന്നെ പഠിപ്പിക്കാനിടയായി. അനുഭവങ്ങൾ ഒത്തിരി പറയാനുണ്ട്. 3-ാമത്തെ വർഷത്തിൽ അദ്ദേഹം മാവേലിക്കരെ വന്നു കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്, വരണമെന്ന് പറഞ്ഞു. അവധി കൊടുത്ത് ഞാൻ അവിടെ ചെന്നു. അവിടെ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ ഗ്ലോറി ടു വചനത്തിന്റെ സത്യത്തെക്കുറിച്ച്, സ്നാനത്തെക്കുറിച്ച്, വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. ആ ജോയിക്കുറിച്ച് ഞാൻ എന്നോട് പറഞ്ഞു, സ്തോത്രം, ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് കേൾക്കണ്ട, നമ്മളുമായിട്ടുള്ളതാ ഞാൻ നീ ഒന്നുമുള്ളതായ ബന്ധം തീർന്നു, മേലാൽ ഇനി ഇല്ലെന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അന്നേരം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞത്, ഹല്ലേലൂയ, സ്തോത്രം, ചിലപ്പോൾ കരീത്ത് തോട്ടിൽ കാക്കയുടെ വരവ് നിൽക്കും. ശുഭന ശബ്ദര ശമന തുലകടര തപസ്യ തുജ. ഹല്ലേലൂയ. ഇന്നത്തെ പകൽക്കാലം ഞാൻ വായിച്ച വചനം കേട്ട് അത് ഓർത്ത സമയത്ത് ഞാൻ എൻ്റെ അനുഭവം ഒന്ന് തൊട്ടെന്നുള്ളതേ ഉള്ളൂ. ഗ്ലോറി ടു ഗോഡ്. കരീത്ത് തോട്ടിൽ കാക്കയുടെ വരവ് നിന്നാൽ അതിന്റെ അപ്പുറത്ത് ദൈവം തമ്പുരാൻ ഒരു സരാപാത്ത് ഒരുക്കിയിട്ടുണ്ട്. അനുഭവമുള്ള ദൈവമക്കൾ കൈകളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ഗ്ലോറി ടു ഗോഡ്. നടത്ത് ഒറ്റ പുലർത്തുവാൻ അവൻ കഴിവുള്ളവനായ ദൈവമാണ്. ഗ്ലോറി ടു ഗോഡ്. മൂന്നാമത്തെ ഹല്ലേലൂയ ഒരു ആത്മീയ സത്യം, 17-ാമത്തെ വാക്യം. ഹല്ലേലൂയ. യേശു കർത്താവ് അവരോട് ചോദിക്കുകയാണ്, പുരുഷാരത്ത് നിങ്ങളുടെ അടുക്കൽ എന്തോ ഉണ്ട്? സ്തോത്രം. ഈ പുരുഷാരത്തിന് ഭക്ഷണം കൊടുക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ എവിടെ നിന്ന് പോയി ആഹാരം കൈക്കൊള്ളും എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ശിഷ്യന്മാർ മറുപടി പറയുമ്പോൾ യേശുവിന് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്. സ്തോത്ര, നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവർ പറയുകയാണ്, 18-ാമത്തെ വാക്യം. സ്തോത്രം, നോക്കിക്കുകയും 17 അവർ അവനോട് 5 അപ്പവും 2 മീനുമല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു, അതിങ്ങ് കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവന്റെ കരത്തിൽ കൊടുക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, കരത്തിൽ കൊടുക്കുന്നതിനെയാണ് ദൈവത്തിന് ഉപയോഗിക്കാനുള്ളത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ചോദ്യം ചെയ്യരുത്. ദൈവത്തെ ചോദ്യം ചെയ്യാതെ അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. ദൈവം അതിൽ കൂടെ ചില അത്ഭുതത്തിന്റെ പ്രവൃത്തിയെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Don't question God.
If God asks you something, do it. ദൈവം തമ്പുരാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യാനുള്ള മനസ്സോട് അടുത്തു വരുന്നുവോ? ദൈവമായ കർത്താവ് തന്റെ കരങ്ങളിൽ അതിനെ എടുത്ത് ഉപയോഗിക്കുവാൻ കഴിവുള്ളവനാണ്. ഹല്ലേലൂയ. എനിക്ക് ആ ഭാഗത്ത് നിന്നുകൊണ്ട് പല കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമുണ്ട്. കുഷ്ഠരോഗിയായ നയമാന്റെ വീട്ടിൽ ഒരു പെൺകുട്ടി വരുവാനിടയായി തീർന്നു. ഗ്ലോറി ടു ഗോഡ്. അവളെ യജമാനനോട് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, എനിക്കൊരു പ്രവാചകനെ അറിയാം. പ്രവാചകന്റെ അടുക്കൽ യജമാനൻ പോയിരുന്നുവെങ്കിൽ അവൻ നീ സൗഖ്യം പ്രാപിപ്പാനിടയായേനെ. Glory to God. If God has given you some talents, do it for the glory of God. ദൈവം തമ്പുരാൻ ചില താലന്ത് നിന്റെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ ആരെന്ന് നോക്കാതെ, മുഖം നോക്കാതെ, ഹല്ലേലൂയ, ദൈവം ആലോചന തന്നാൽ രാജാവെന്ന് നോക്കാതെ, ഹല്ലേലൂയ, സ്തോത്രം, ശ്രേഷ്ഠ പൊസിഷനിലിരിക്കുന്നവൻ എന്നുള്ളത് നോക്കാതെ പറയുന്നത് പോലെ ചെയ്താൽ അവിടെ ഒരു വിടുതലുണ്ട്. Are you with me? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? മുഖം നോക്കാതെ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്താൽ, അവന് വേണ്ടി നിലനിന്നാൽ അതിൽ കൂടെ ദൈവം തമ്പുരാൻ തന്റെ പ്രവൃത്തിയെ ചെയ്തെടുക്കുന്നവനാ. ഗ്ലോറി ടു ഗോഡ്. കരത്തിൽ കൊടുക്കുന്നവനെ അവൻ എടുത്തുപയോഗിക്കുന്നവനാണ്. ഗ്ലോറി ടു ഗോഡ്, സ്തോത്രം. ഹല്ലേലൂയ. നാലാമത്തെ ഒരു ആത്മിക സത്യം കൂടെ, ഗ്ലോറി ടു ഗോഡ്, അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ, പിന്നെ പുരുഷാരൻ പുല്ലിന്മേൽ ഇരിക്കുവാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി, ഹല്ലേലൂയ, ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. സ്തോത്രം. തന്റെ കയ്യിൽ കൊടുക്കുന്നതിനെ ദൈവം തമ്പുരാൻ വാഴ്ത്തി നുറുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. He will break the bread. He will break you. Sometimes that breaking will be the painful experience. But don't question God. God wanted to do something through your life. It may be with a painful experience. Children of God, some of you who might have gone through that kind of a painful experience in your life. Almighty God is telling, it is not for the destruction, but I wanted to do something through your life. Can you believe the Lord? ഇന്നത്തെ പകൽക്കാലം ദൈവത്തെ വിശ്വസിക്കാമോ? കർത്താവേ, ശോധനകളിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോൾ, വേദനകൾക്ക് കൂടെ ഞാൻ കടന്നു പോകുമ്പോൾ, അതിന്റെ അപ്പുറത്ത് നന്മ നീ കണ്ടിട്ടുണ്ടല്ലോ, എന്നിൽ കൂടെ ചിലത് ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നല്ലോ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ശോധനകളിൽ കൂടെ കടന്നു പോകുന്നതെന്ന് ദൈവത്തെ വിശ്വസിപ്പാൻ കഴിയുമോ? ഗ്ലോറി ടു ഗോഡ്. ശോധനകളുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അതിന്റെ അപ്പുറത്ത്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം തമ്പുരാൻ നുറുക്കുന്നല്ലോ എന്ന് തോന്നരുത്. അതിന്റെ അപ്പുറത്ത്, ഹല്ലേലൂയ, ശ്രേഷ്ഠകമായ അനുഭവത്തിലേക്ക് ദൈവത്തിന് നടത്താനുണ്ട്. മരുഭൂമി കഴിഞ്ഞാൽ ഒരു കനാനുണ്ട്. മരുഭൂമിയുടെ അനുഭവം കഴിയുമ്പോൾ ഒരു കനാനുണ്ട്. വിശ്വാസ കണ്ണുകളാൽ അത് കാണാമോ? മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തേലേ കനാനിൽ ചെന്നെത്താനൊക്കെ ഉള്ളൂ. ഗ്ലോറി ടു ഗോഡ്. വിശ്വാസത്താൽ, വിശ്വാസ കണ്ണുകളാൽ ചിലത് കാണുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഒരുക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. 5-ാമത്തെ ഹല്ലേലൂയ, ഒരു സത്യം കൂടെ. 20-ാമത്തെ വാക്യം, എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷണം 12 കൊട്ട നിറച്ചെടുത്തു. ഗ്ലോറി ടു ഗോഡ്. നുറുക്കുന്നതിനെ ദൈവം തമ്പുരാൻ തന്റെ കരങ്ങളിൽ എടുത്ത് അനുഗ്രഹിച്ച് അപ്പം വാഴ്ത്തി നുറുക്കി തന്റെ ശിഷ്യന്മാരുടെ കൈ കൊടുത്തു. ഗ്ലോറി ടു ഗോഡ്, സ്തോത്രം. ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചാല് ആരെല്ലാം എതിരായി നിന്നാലും അതിനെ പെരുക്കിയെടുക്കുന്നവനാ ദൈവം. വല്ല മനസ്സിലായോ? ഗ്ലോറി ടു ഗോഡ്. നുറുക്കപ്പെടുന്നല്ലോ, തകർന്നല്ലോ എന്ന് നമുക്ക് തോന്നിയാലും അവൻ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ, ആ സ്തോത്രം, അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. If we are giving our life in the hand of God, God will bless us and He will do the wonderful things through our life.
അവന്റെ കയ്യിലേക്ക് ചോദിക്കാതെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ അനുഗ്രഹിച്ചു കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതായ പ്രവൃത്തി അവൻ ചെയ്തെടുക്കുന്നവനാണ്. പെരുക്കിയത് മാത്രമല്ല, ഗ്ലോറി ടു ഗോഡ്, ജനത്തിന് കൊടുത്ത ശേഷം ശേഷിപ്പ് വരത്തക്കവണ്ണം കർത്താവ് കയ്യിൽ തരുന്നവനാ. മനസ്സിലായോ? ഗ്ലോറി ടു ഗോഡ്. ഇല്ലെന്ന് നീ ചിന്തിക്കണ്ട. പെരുക്കി തന്നതിന്റെ ശേഷം ബാലൻസ് വരും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊന്ന് തൊട്ട് പറയാം. എനിക്ക് തന്ന, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫീസൊക്കെ തന്ന കാര്യം. എനിക്ക് ഫീസ് തന്ന് എനിക്ക് മാത്രമല്ല, വേറൊരാളെ കൂടെ പഠിപ്പിക്കാനുള്ളതും ദൈവം തമ്പുരാൻ എൻ്റെ കയ്യിൽ തന്നു. അല്ലാൻ്റെ കയ്യിൽ ഇപ്പോൾ ആളുണ്ട്. അതാ ദൈവത്തിന്റെ പരിപാടി. വല്ല മനസ്സിലായോ? സ്തോത്രം. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഹല്ലേലൂയ, എനിക്കൊന്നുമില്ലല്ലോ, ഞാൻ എങ്ങനെ മുൻപോട്ട് പോകും എന്ന് ചിന്തിച്ചാൽ, ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തോ അവൻ അനുഗ്രഹിക്കും, മൾട്ടിപ്ലൈ ചെയ്യും. There will come the balance. That is the work of God. Hallelujah. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ കർത്താവേ? ഹല്ലേലൂയ, സ്തോത്രം. ഏത് ക്ലേശങ്ങൾ വന്നാലും നീ പറയുന്നത് പോലെ ഞാൻ നിന്നോളാം. ഹല്ലേലൂയ. നിന്റെ അനുഗ്രഹം പ്രാപിച്ച് നിനക്ക് വേണ്ടി നിൽപ്പാൻ എന്നെ നീ ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇത്രത്തോളം സമയം എനിക്ക് തന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് എൻ്റെ വൈഫും 2 കുഞ്ഞുങ്ങളാണുള്ളത്. മൂത്തവൻ ഓസ്ട്രേലിയയിലാണ്. ഗ്ലോറി ടു ഗോഡ്. ടാസ്മേനിയയിൽ ജോലിയായിരുന്നു. അവൻ ജോലി രാജിവെച്ചതിന് ശേഷം ഹല്ലേലൂയ, സ്തോത്ര, കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ഇപ്പോൾ കഴിഞ്ഞ 30-ാം തീയതി ഇറങ്ങി. ഗ്ലോറി ടു ഗോഡ്. എനിക്കറിയാം. ഹല്ലേലൂയ. ബ്രിസ്ബെയിനിലും മറ്റു പല സ്ഥലങ്ങളിൽ വന്ന് ശുശ്രൂഷിപ്പാൻ അവന് കഴിയുന്നുണ്ട്. മെർലിൻ ജോൺ എന്നാണ് അവന്റെ പേര്. മെർലിൻ ജോൺ കർത്താവിന്റെ മഹത്വമുള്ളതായ ശുശ്രൂഷയിലായിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇളയ മകൻ, ഹല്ലേലൂയ, സ്തോത്രം, ഇളയ മകന് ഹല്ലേലൂയ ഹ്യൂസ്റ്റണിലുണ്ട്. ഒരു ഇംഗ്ലീഷ് ചർച്ചിലെ യൂത്ത് പാസ്റ്ററാണ്. 2 കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി നിൽക്കണം. അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. എത്രയോ വേദനയുടെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയെന്നറിയാമോ? ഗ്ലോറി ടു ഗോഡ്. ശുശ്രൂഷയുടെ മധ്യത്തിൽ ഷാരൻ ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പലായിട്ട് 40 വർഷക്കാലം ഇരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഫെലോഷിപ്പിന്റെ ചർച്ചിന്റെ പാസ്റ്ററായിട്ട്, സെൻട്രൽ പാസ്റ്ററായിട്ട് ഒക്കെ പല നാളുകളിരുന്നു. എത്രയോ വേദനകളുടെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നെന്നറിയാമോ? സ്റ്റീഫേ, സ്തോത്രം. ഓർത്ത് നോക്കിയാൽ ഹല്ലേലൂയ, സ്തോത്രം. ജീവിതത്തിന്റെ ക്ലേശങ്ങൾ തൊട്ട് സ്റ്റീഫേ, ഞാനൊരു കാര്യം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്ലേശങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ this is the message for you. ഹല്ലേലൂയ, സ്തോത്രം. ക്ലേശങ്ങളിൽ എനിക്കറിഞ്ഞുകൂടാ വിഷയങ്ങൾ. ക്ലേശങ്ങളിൽ കൂടെ മാനസികമായ വേദനകൾ പലപ്പോഴും അനുഭവിക്കേണ്ടതായി വന്നാലും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതായ ദൈവത്തിന്റെ പൈതലിനെ ദൈവമായ കർത്താവ് കരങ്ങളിലെടുത്ത് അനുഗ്രഹിച്ച് പെരുക്കി അനേകർക്ക് നന്മകൾ ചൊരിഞ്ഞു കൊടുക്കുവാനായി തന്റെ കരങ്ങളിൽ അവൻ എടുത്തുപയോഗിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കാമോ? കരങ്ങളൊന്ന് ഉയർത്തുകയും ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ദൈവമേ, നീ മാത്രം മതി എന്ന് ദൈവത്തോട് പറയാമോ? നീ മാത്രം മതി എന്ന് ദൈവത്തോട് പറയാമോ? ക്ലേശങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ പിന്മാറിപ്പോകാതെ നിന്നെ പിൻപറ്റുവാൻ കൃപ തരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം സമയം നിന്ന് പ്രിയപ്പെട്ടവരുള്ളതായും നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.